ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരപ്പം ഉണ്ടാക്കാം. നല്ല സോഫ്റ്റായ അപ്പമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതേപോലെ മാവ് തയ്യാറാക്കുക. നല്ല പതഞ്ഞ് പൊങ്ങുന്ന മാവ് തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതേപോലെ നല്ല സോഫ്റ്റായ അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വൈകിട്ടോ രാവിലെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റായ കുഞ്ഞു കുഞ്ഞ് അപ്പമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വളരെ സ്വാദാണ്. ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് പച്ചരി തലേ ദിവസം തന്നെ 3-4 പ്രാവശ്യം കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്തിയ പച്ചരി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതൽ ചേർത്താൽ കൂടുതൽ സ്വാദുണ്ടാവും. അപ്പോൾ ഞാൻ 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ഫ്രഷായ ഈസ്റ്റും കൂടി ചേർക്കുക. നമുക്ക് അരി കുതിർത്തിയ വെള്ളം തന്നെ കുറച്ചൊഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരു തിക്ക് ബാറ്ററായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കരുത്. തിക്ക് ബാറ്ററായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം മാവ്. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ അപ്പം നല്ല സൂപ്പറായിട്ട് വരുന്നത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അരച്ച് വെച്ച് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് പൊന്തി കിട്ടും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ബാറ്ററി ഇതേപോലെ ഇരിക്കണം. ഇഡ്ഡലി മാവിനേക്കാളും ഇത്രയും കൂടി തിക്കായിട്ടിരിക്കണം. ഇനി അടച്ചു വെക്കാം. ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതേപോലെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേദിവസം കുതിർത്തിയ പച്ചരി കൊണ്ട് ഇതേപോലെ അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി വരും. അതേപോലെ നമ്മൾ കുതിർത്തിയ വെള്ളമാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പൊങ്ങി വരാനായിട്ട് സാധിക്കും. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടില്ലേ? കാണുമ്പോൾ തന്നെ അറിയാം ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഒരു 10 സെക്കൻഡ് കണ്ണ് മാറിയെങ്കിൽ ഇത് സാധനം പൊങ്ങി താഴെ കിടന്നാൽ. അപ്പോൾ ഞാൻ കറക്റ്റ് ടൈമിന് കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇതേപോലെ കിട്ടിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി. ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അധികം പതയൊന്നും കളയാതെ ഒരു പതുക്കെ ഇതൊന്ന് ഹോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അപ്പോൾ ഉപ്പ് എല്ലായിടത്തും ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് നല്ല സോഫ്റ്റായ അപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ഇഡ്ഡലി പാത്രത്തിൽ ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയ ബൗള് ഒത്തിരി നെയ്യോ വെളിച്ചെണ്ണയോ തടകിയിട്ട് നന്നായിട്ട് ചൂടാക്കുക. നന്നായിട്ട് ചൂടായ ബൗളിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതൊരു 3/4 ഭാഗത്തിൽ താഴെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി വരാനുള്ളതാണ്. അപ്പോൾ നമുക്കിത് എല്ലാത്തിലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രം ഏതുമായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാനൊരു ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇനി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും വേവിച്ചാൽ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി വെന്താന്നൊന്ന് ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മൾ അതിലേക്ക് പറ്റിപ്പിടിക്കണില്ലെങ്കിൽ നമുക്ക് അറിയാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. ഇനി നമുക്കൊന്ന് ഇതെടുത്ത് ആറാൻ വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാലേ ഇതൊന്ന് വിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് ആറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആറി വരുമ്പോഴേക്കും നന്നായിട്ട് ആ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും. അപ്പോൾ പെട്ടെന്ന് വിട്ട് വരാനാണ് നമ്മൾ ഈ ബൗള് നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ബാറ്റർ ഒഴിക്കണം. പെട്ടെന്ന് തന്നെ ഇതുപോലെ വിട്ട് വരും. ഇത് കണ്ട് തൊടുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് പെട്ടെന്ന് വിട്ട് വരണുണ്ട്. നല്ല സോഫ്റ്റാണ്. കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നല്ല സോഫ്റ്റാണെന്ന്. ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇനി അപ്പമൊക്കെ ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല കുഞ്ഞ് അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ വൈകിട്ട് ചായക്കോ ഒപ്പമോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. ഇപ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കറി കൂട്ടി വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന അപ്പമാണ്. അപ്പോൾ ഇത്തിരി കൂടി പഞ്ചസാര കൂടുതൽ ഇടണമെങ്കിൽ വെറുതെ കഴിക്കാനായിട്ട് സാധിക്കും. ഒരു 2 സ്പൂണിന് വരെ 4 സ്പൂണോ 5 സ്പൂണോ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും അപ്പത്തിന്.
അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്, അതുപോലെ നല്ല സ്വാദുമാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരു കുറച്ചധികം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് പച്ചരി കൊണ്ട് തന്നെ ഒരു 8-10 ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ അപ്പം നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ, നല്ല അടിപൊളി അപ്പമാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ ഇത് കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും, വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയോ. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.